അച്ഛന്റെ പേര് പറയുന്നതിൽ അഭിമാനം. ജാതിപ്പേര് വിവാദത്തെ വൈകാരിക മറുപടിയിലൊതുക്കി VDS. മന്ത്രിസഭയിൽ തർക്കമുണ്ടെന്ന കെ മുരളീധരന്റെ പ്രസ്താവനയെ മുഖ്യമന്ത്രി തള്ളി. സമുദായ നേതാക്കളെ കാണും, തന്നോട് മോശമായി പെരുമാറിയവരെ പോലും ചേർത്ത് പിടിക്കുമെന്ന് സതീശൻ. കേരയിൽ പദ്ധതി റദ്ദാക്കി നിർണായക ഉത്തരവിട്ടതോടെ VDS സർക്കാരിന് ജനകീയ പരിവേഷം. കേരളത്തിൽ UDF സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾക്കും മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്കും വിശദീകരണവുമായി മുഖ്യമന്ത്രി VD സതീശൻ. മന്ത്രിസഭാ യോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിലെ ജാതിപ്പേര് പരാമർശം, വകുപ്പ് വിഭജനത്തിലെ തർക്കങ്ങൾ, സമുദായ നേതാക്കളെ സന്ദർശിച്ചതിലെ നിലപാടുമാറ്റം, സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കൽ തുടങ്ങിയ സുപ്രധാന വിഷയങ്ങളിൽ മുഖ്യമന്ത്രി തന്റെയും സർക്കാരിന്റെയും നയം വ്യക്തമാക്കിയത്. സത്യപ്രതിജ്ഞാ വേളയിൽ താൻ ജാതിപ്പേര് ഉപയോഗിച്ചു എന്ന തരത്തിൽ ഉയർന്ന കടുത്ത വിമർശനങ്ങളോട് ഏറെ വൈകാരികമായാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഈ വിഷയത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. താൻ ജാതിപ്പേരല്ല, മറിച്ച് തന്റെ അച്ഛന്റെ പേരാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വായിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. ചടങ്ങിനിടെ തന്റെ അമ്മയെയും മനസാ സ്മരിച്ചുവെന്നും അമ്മയുടെ പേര് പറയാൻ അവിടെ സാങ്കേതികമായി അവസരമുണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായും അമ്മയുടെ പേരും താൻ പറയുമായിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. നമ്മളെ വളർത്തിയ അച്ഛനെയും അമ്മയെയും അത്തരം സുപ്രധാന നിമിഷങ്ങളിൽ ഓർക്കുന്നത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണെന്നും അവരുടെ പേര് പറയുന്നതിൽ താൻ ഏറെ അഭിമാനിക്കുന്നുവെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. തന്റെ അച്ഛന്റെ പേര് പറയുന്നതിൽ എന്താണ് തെറ്റെന്നും അദ്ദേഹത്തിന്റെ പേര് അതുതന്നെയാണെന്നും പറഞ്ഞ മുഖ്യമന്ത്രി MLA ആകുന്നതിന് മുൻപ് തന്നെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ പേര് ഔദ്യോഗിക രേഖകളിലുള്ളതുപോലെ മുഴുവനായി വായിക്കുകയാണ് ചെയ്തതെന്ന് വ്യക്തമാക്കി. സാധാരണയായി പാസ്പോർട്ടിലും മറ്റും ഉള്ളതുപോലെയുള്ള തന്റെ പൂർണ്ണമായ പേരാണ് താൻ ഉപയോഗിച്ചതെന്നും ഇതിൽ മറ്റർത്ഥങ്ങൾ കണ്ടെത്തേണ്ടതില്ലെന്നും അദ്ദേഹം ചോദിച്ചു. നേരത്തെ 2021 മെയ് 24 നിയമസഭയിൽ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ VD സതീശൻ എന്ന ഞാൻ എന്നാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ വടശ്ശേരി ദാമോദരം മേനോൻ സതീശൻ എന്ന ഞാൻ എന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചത്. ഇതുവരെ ഇല്ലാതിരുന്ന സവർണ ജാതിവാൽ ഉറക്കെ പ്രഖ്യാപിച്ച് സത്യപ്രതിജ്ഞ ചൊല്ലിയതും ചടങ്ങിലെ മതനിരപേക്ഷ വരികളെ മറികടന്ന് വന്ദേ ഭാരതം ചൊല്ലിയതുമെല്ലാം അദ്ദേഹത്തിന്റെ മുൻകാല മതേതര നിലപാടുകൾ പൊള്ളയാണെന്ന് തെളിയിക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നേതാക്കൾ അടക്കം വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിനാണ് അച്ഛന്റെ പേര് മാത്രമാണ് താൻ വായിച്ചതെന്ന വിശദീകരണവുമായി മുഖ്യമന്ത്രി മറുപടി നൽകിയത്. അതേസമയം UDF മന്ത്രിസഭയിലെ വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളുണ്ടെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവും മന്ത്രിയുമായ കെ മുരളീധരന്റെ പ്രസ്താവനകളെ മുഖ്യമന്ത്രി VD സതീശൻ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. സത്യപ്രതിജ്ഞ നടന്ന ദിവസം രാത്രി തന്നെ വകുപ്പ് വിഭജനം സംബന്ധിച്ചുള്ള എല്ലാ ചർച്ചകളും UDFൽ പൂർത്തിയായിരുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഗവർണർ തൃശൂരിലേക്ക് പോയതിനാൽ സ്ഥലത്തില്ലെന്ന വിവരം വൈകിയാണ് അറിഞ്ഞത്. രാത്രിയോടെ തിരികെ എത്തിയ ഗവർണർക്ക് ഇന്ന് രാവിലെ തന്നെ മന്ത്രിമാരുടെ വകുപ്പുകൾ അടങ്ങിയ അന്തിമ പട്ടിക സമർപ്പിക്കുകയും ചെയ്തു. ഇതിലെവിടെയാണ് താമസം നേരിട്ടതെന്നും വകുപ്പുകളെ ചൊല്ലി യാതൊരുവിധ തർക്കങ്ങളും നിലവിലില്ലെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉറപ്പിച്ചു പറഞ്ഞു. സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് തന്നെ ഘടകകക്ഷികളുമായുള്ള ചർച്ചകളെല്ലാം സുതാര്യമായി പൂർത്തിയായിരുന്നുവെന്നും മുരളീധരൻ പറഞ്ഞ തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും മുന്നണിയിലില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ഉടൻ വിവിധ സമുദായ നേതാക്കളെ കാണാൻ പോയതിനെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോടും VD സതീശൻ പ്രതികരിച്ചു. പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങാൻ പോകില്ല എന്ന് കടുത്ത നിലപാടെടുത്തയാൾ മുഖ്യമന്ത്രിയായ ഉടൻ ബിഷപ്പ് ഹൗസുകളിലും മറ്റും ഓടിയെത്തി അനുനയ ചർച്ച നടത്തിയത് എന്തിനാണെന്ന ചോദ്യത്തിന് താൻ മുൻപ് അങ്ങനെ പറഞ്ഞിട്ടേയില്ലെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങാൻ പോകില്ലെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഉണ്ടെങ്കിൽ അതൊന്ന് കോട്ട് ചെയ്ത് കാണിക്കുക എന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പണ്ട് നേതാക്കളോട് ഉപദേശിക്കുക മാത്രമാണ് ചെയ്തതെന്നും എനിക്ക് ഇഷ്ടമുള്ളവരെയൊക്കെ താൻ പോയി കാണുമെന്നും പറഞ്ഞു. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയെന്ന് LDF സർക്കാർ വിശേഷിപ്പിച്ചിരുന്ന അർദ്ധ അതിവേഗ റെയിൽ പാതയായ സിൽവർ ലൈൻ പദ്ധതി ഔദ്യോഗികമായി റദ്ദാക്കിയതായി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. കേരയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കുന്നതിനായി ഇതുവരെ പുറപ്പെടുവിച്ചിട്ടുള്ള എല്ലാ വിജ്ഞാപനങ്ങളും സർക്കാർ റദ്ദു ചെയ്തിട്ടുണ്ട്. സിൽവർ ലൈൻ വിരുദ്ധ സമരങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ വിവിധ കോടതികളിലും പോലീസ് സ്റ്റേഷനുകളിലും നിലനിൽക്കുന്ന കേസുകൾ അവയുടെ സ്വഭാവമനുസരിച്ച് അടിയന്തരമായി പിൻവലിക്കാനുള്ള ശുപാർശ കോടതിക്ക് കൈമാറും. കൂടാതെ പദ്ധതിയുടെ
അതിരടയാളപ്പെടുത്തലിന്റെ ഭാഗമായി ജനവാസ മേഖലകളിലും പുരയിടങ്ങളിലും സ്ഥാപിച്ച വിവാദമായ മഞ്ഞക്കുറ്റികൾ മുഴുവൻ നീക്കം ചെയ്യാൻ റവന്യൂ വകുപ്പിന് കർശന നിർദ്ദേശം നൽകിയതായും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി.